നെക്സ്റ്റ്, ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ചിലപ്പോൾ വെൻഡേഴ്സിന് ക്യാഷ് കൊടുക്കുന്നതിന് പകരം കമ്പനി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഇത് പാറിലോ അല്ലെങ്കിൽ പ്രീമിയത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിലോ ആയിരിക്കും ഇഷ്യൂ ചെയ്യുക. അപ്പൊ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തു എന്നുള്ളതിന്റെ ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഇസ് ഈക്വൽ ടു amount payable to vendor divided by issue price of the share. അതായത് എത്ര രൂപയാണോ ആ വെണ്ടർക്ക് കൊടുക്കാനുള്ളത് ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ പ്രൈസ് എത്രയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ വെണ്ടർക്ക് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സണ് എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. 3 സിനാരിയോയിൽ വരുന്ന എക്സാമ്പിൾസ് എങ്ങനെയാണ്. Rahul Limited purchased building from Handa Limited for 5,40,000 rupees. രാഹുൽ ലിമിറ്റഡ് വന്നിട്ട് ഈ ഹാൻഡ ലിമിറ്റഡിൽ നിന്ന് ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യണം. ആ ബിൽഡിങ്ങിന്റെ വില എത്രയാണ്? 5,40,000 rupees ആണ് വില. അതിന് പൈസ കൊടുക്കുന്നതിന് പകരം രാഹുൽ ലിമിറ്റഡ് എന്ത് ചെയ്തു? ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഒരു ഷെയറിന്റെ വാല്യൂ എത്രയാണ്? 100 rupees ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്താലാണ് ഈ 5,40,000 rupees കൊടുത്ത പോലെ ആവുക? അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് ഇസ് ഈക്വൽ ടു 5,40,000 ഡിവൈഡഡ് ബൈ ഒരു ഷെയറിന്റെ വാല്യൂ എത്രയാണ്? 100 rupees ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 5,400 ഷെയർസ് ഇഷ്യൂ ചെയ്യും ഹാൻഡ ലിമിറ്റഡിന് വേണ്ടിയിട്ട്. പൈസ കൊടുക്കുന്നതിന് പകരം കമ്പനിത്തെ ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഇനി ഇതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാ വരിക? ആദ്യം പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ഫ്രം ദ വെണ്ടർ. വെണ്ടറിൽ നിന്ന് ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെ എൻട്രി വരും? ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഹാൻഡ ലിമിറ്റഡ് 5,40,000. എന്നിട്ട് പൈസയ്ക്ക് പകരം ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻട്രി വരിക? ഹാൻഡ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 5,40,000. ഇത് ഫസ്റ്റ് സിനാരിയോ, അറ്റ് പാറിൽ ഇഷ്യൂ ചെയ്തത്. ഇനി പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യും, അതിന്റെ ജേർണൽ എൻട്രീസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് സിനാരിയോയില് ഷെയർസ് വന്നിട്ട് ഹാൻഡ ലിമിറ്റഡിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യണം. പക്ഷെ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. എത്രയാണ്? 20% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. 100ന്റെ 20% പറയുമ്പോൾ 20 rupees. അപ്പൊ ഒരു ഷെയറിന്റെ വില എത്രയാണ് അവിടെ? 120 rupees. അങ്ങനെയാണെങ്കിൽ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണം? 5,40,000 ഡിവൈഡഡ് ബൈ 120. അപ്പോൾ 4,500 ഷെയർസ് ഇഷ്യൂ ചെയ്താലേ 5,40,000 രൂപ കൊടുത്തതിന് തുല്യമാവുള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനെ എൻട്രി വരിക? ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 5,40,000 ടു ഹാൻഡ ലിമിറ്റഡ് 5,40,000. അത് കഴിഞ്ഞ സിനാരിയോയിൽ സെയിം ജേർണൽ എൻട്രി ആണ്, പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ഫ്രം ദ വെണ്ടർ. ഇനി ഷെയർസ് ഇഷ്യൂ ചെയ്യണം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാ എൻട്രി വരിക? ഹാൻഡ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 5,40,000 ടു ഷെയർ ക്യാപിറ്റൽ 4,50,000 ടു സെക്യൂരിറ്റീസ് പ്രീമിയം 90,000. ഈ ഷെയർ ക്യാപിറ്റൽ 4,50,000 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? 4,50,000 കിട്ടിയത് 4,500 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതിന്റെ ആക്ച്വൽ വാല്യൂ എത്രയാണ്? 100 rupees ആണ്. അപ്പൊ 4,50,000 ഇൻറ്റു 100 ആണ് 4,50,000 നമുക്ക് കിട്ടിയത്. പിന്നെ പ്രീമിയത്തില് 20 rupees പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തത്. അപ്പൊ 20 ഇൻറ്റു 4,50,000. അപ്പൊ എത്ര? 4,500 ഷെയർസ്. 4,500 ഷെയർസ് ഇൻറ്റു പ്രീമിയത്തിലുള്ള 20 rupees. അതാണ് 90,000 വരുന്നത്. ഈ 90,000 നമുക്ക് എങ്ങനെ കിട്ടിയത്? നമ്മൾ മൊത്തം എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തു? 4,500 ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തു. അത് പ്രീമിയം എത്ര രൂപയുടെ പ്രീമിയത്തിലാണ്? 20 rupees പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തത്. അപ്പൊ 4,500 ഇൻറ്റു 20 ആണ് എന്ത് കിട്ടിയത്? 90,000 കിട്ടിയത്. ഇനി ഈ 4,50,000 നമുക്ക് എങ്ങനെ കിട്ടിയത്? 4,50,000 കിട്ടിയിരിക്കുന്നത് 4,500 ഷെയർസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഒരു ഷെയറിന്റെ നോമിനൽ വാല്യൂ എത്രയാണ്? ഇൻറ്റു 100. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 4,50,000 rupees കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇനി ഷെയർസ് നമ്മൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എൻട്രീസ് വരിക എന്നുള്ളതാണ് ഇതിൽ നോക്കാനായിട്ട് പോകുന്നത്. 5,40,000 rupeesന് നമ്മൾ എന്ത് ചെയ്തു? ബിൽഡിംഗ് വാങ്ങിച്ചു, പകരം ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. ഇപ്രാവശ്യം ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ 100ന്റെ 10% പറയുമ്പോൾ 10 rupees. അപ്പൊ ഡിസ്കൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഷെയറിന്റെ ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 90 rupees ആണ് വരിക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണം? 5,40,000 ഡിവൈഡഡ് ബൈ rupees 90 is equal to 6,000 ഷെയർസ് നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്യണം.
അപ്പൊ ആദ്യം അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാ വരിക? ബിൽഡിംഗ് പർച്ചേസ് ചെയ്യണതിന് സെയിം എൻട്രി തന്നെയാണ്, അതിൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. എത്രയാണ്? ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 5,40,000 ടു ഹാൻഡ ലിമിറ്റഡ് 5,40,000. ഇതിൽ നമുക്ക് ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ വരുന്നത് ഏതാണ്? ഇനി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് എൻട്രീസിൽ ചെറിയ മാറ്റം വരുന്നത്. ഹാൻഡ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 5,40,000, അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എത്രയാണ്? 60,000 rupees. ഈ 60,000 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? 6,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. 6,000 ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് 10 rupees വെച്ചിട്ടാണ് ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ 60,000 കിട്ടിയത്. ടു ഷെയർ ക്യാപിറ്റൽ 6 lakh. ഈ 6 lakh എങ്ങനെയാണ് കിട്ടിയത്? 5,40,000 നമുക്ക് കിട്ടി, പ്ലസ് 60,000 ഡിസ്കൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ആ ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 6 lakh ആണ്. ഓക്കെ. നെക്സ്റ്റ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. അതായത് കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യും, അതിനുശേഷം ചില ഷെയർ ഹോൾഡേഴ്സ് അലോട്ട്മെന്റ് മണി അല്ലെങ്കിൽ കോൾസ് പേ ചെയ്യാതെ പോകും. അങ്ങനെയുള്ളപ്പോൾ കമ്പനി അവരുടെ ഷെയർസ് എന്ത് ചെയ്യും? ഫോർഫീറ്റ് ചെയ്യും, അതായത് ക്യാൻസൽ ചെയ്യും. അപ്പൊ ക്യാൻസൽ ചെയ്യുന്ന ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ കേസ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ. ഷെയർസ് പാറിൽ ഇഷ്യൂ ചെയ്ത ഷെയർസ്, അതായത് ഫേസ് വാല്യൂ എത്രയാണോ ആ എമൗണ്ടിന് തന്നെ ഇഷ്യൂ ചെയ്ത ഷെയർസ് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക? ആദ്യം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? കോൾഡ് അപ്പ് വാല്യൂ എത്രയാണോ നമ്മൾ ഇതുവരെ കോൾ ചെയ്ത് ആ എമൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ്. ഷെയർ അലോട്ട്മെന്റിൽ എത്ര എമൗണ്ട് പേ ചെയ്തിട്ടില്ല ആ എമൗണ്ട്. പിന്നെ ടു ഷെയർ കോൾസ് അക്കൗണ്ട് എത്ര എമൗണ്ട് ആണോ പേ ചെയ്യാത്ത ഷെയർ കോളിൽ അതിനെയും ക്രെഡിറ്റ് ചെയ്തു. ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എമൗണ്ട് ഇതുവരെ കിട്ടിയ എമൗണ്ടിനെയും നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ജേർണൽ എൻട്രി വരിക. ഇനി പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തൊരു ഷെയർസ് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോർഫീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. നെക്സ്റ്റ് സിനാരിയോ എന്താ പറഞ്ഞാൽ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത ഒരു ഷെയർ നമ്മൾ ഫോർഫീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക? ഇഫ് പ്രീമിയം ഈസ് ഓൾറെഡി റിസീവ്ഡ് നോട്ട് റിവേഴ്സ്ഡ്. നമ്മൾ പ്രീമിയം ഓൾറെഡി റിവേഴ്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെന്നുള്ളതും, അല്ലെങ്കിൽ പ്രീമിയം നോട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെന്നുള്ളതൊക്കെയാണ് ഇതിൽ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ വന്നിട്ട് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എത്ര എമൗണ്ട് വെച്ചിട്ട്? ഇതുവരെ കോൾഡ് അപ്പ് ചെയ്ത വാല്യൂ വെച്ചിട്ട് ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ എന്ത് ചെയ്യും? അതിനെയും ഡെബിറ്റ് ചെയ്യും ഇഫ് നോട്ട് റിസീവ്. പിന്നെ ഷെയർ അലോട്ട്മെന്റ് അല്ലെങ്കിൽ കോൾ എമൗണ്ട്, നമുക്ക് പേ ചെയ്യാത്ത അലോട്ട്മെന്റ് എമൗണ്ട് അല്ലെങ്കിൽ കോൾ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്, അതിൽ നമുക്ക് ഇതുവരെ ആ ഷെയർസിനെ പറഞ്ഞ് കിട്ടിയത് എത്ര എമൗണ്ട് ആണോ അതിനെയും ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ജേർണൽ എൻട്രി വരുന്നത്. ഇനി ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത ഷെയറിനെ ഫോർഫീറ്റ് ചെയ്യുകയാണെങ്കിൽ, ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക? ഇതുവരെ ആ ഒരു ഷെയറിനെ എത്ര രൂപ വരെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള എമൗണ്ടിനെ നമ്മൾ ആദ്യം ഡെബിറ്റ് ചെയ്യുന്നു. ഷെയർ ക്യാപിറ്റൽ കോൾഡ് അപ്പ് വാല്യൂ എത്രയാണോ ടോട്ടൽ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ടു ഷെയർ ഡിസ്കൗണ്ട് അക്കൗണ്ട്. ഷെയർ ഡിസ്കൗണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെ ഇപ്പൊ റിവേഴ്സ് ചെയ്യണം അല്ലെ? അപ്പൊ അതിനെ ഇപ്പൊ ക്രെഡിറ്റ് ചെയ്യുന്നു. ടു ഷെയർ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഷെയർ കോൾസ് അക്കൗണ്ട്, നമുക്ക് കിട്ടാത്ത അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയർ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഷെയർ കോൾ എമൗണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്, ഇതുവരെ നമുക്ക് കിട്ടിയ എമൗണ്ട്, ആ ഷെയർസിനെ പറഞ്ഞിട്ട് ഇതുവരെ നമുക്ക് കിട്ടിയ എമൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിന്റെ ജേർണൽ എൻട്രീസ് വരുന്നത്. നെക്സ്റ്റ് റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് അതായത് കമ്പനിക്ക് തിരികെ കിട്ടിയ ഷെയർസ് പിന്നീട് കമ്പനി വീണ്ടും ഇഷ്യൂ ചെയ്യാം. ആ ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് പാറിലാവാം, അറ്റ് പ്രീമിയത്തിലാവാം, അല്ലെങ്കിൽ അറ്റ് ഡിസ്കൗണ്ടിലും ആവാം. റീ ഇഷ്യൂ കഴിഞ്ഞാൽ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. എങ്ങനെയാണ് റീ ഇഷ്യൂ ചെയ്യുന്നതിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണോ എന്നറിയാം? പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഇസ് ഈക്വൽ ടു amount forfeited minus discount allowed on reissue ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ കിട്ടും. റീഇഷ്യൂഡ് ഷെയർസിന് പ്രൊപ്പോർഷൻ ആയിട്ട് വരുന്ന ഫോർഫീറ്റഡ് എമൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ഇനി ഇതിന്റെ ജേർണൽ എൻട്രീസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ജനറൽ ആയിട്ട് ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് റീഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, നമുക്ക് എത്ര എമൗണ്ട് ആണോ റീഇഷ്യൂ ചെയ്ത് കിട്ടിയ എമൗണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ടു ഷെയർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്, ഡിസ്കൗണ്ട് നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ടു ഷെയർ ക്യാപിറ്റൽ, റീഇഷ്യൂഡ് വാല്യൂ ഓഫ് ഷെയർ, റീഇഷ്യൂഡ് ഫേസ് വാല്യൂ എത്രയാണോ അത് ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെ ഇനിയിപ്പോൾ പ്രീമിയത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം, ഇഫ് ഇഷ്യൂഡ് ഓൺ പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രീമിയത്തിൽ ചെയ്യും. ഡിസ്കൗണ്ടിലാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും? നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതായത് പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എൻട്രി എങ്ങനെയാ വരിക? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. ഇനി നമുക്ക് ഷെയർ ഫോർഫീറ്റ് ചെയ്തതിന്റെയും അതേപോലെ റീഇഷ്യൂ ചെയ്യുന്നതിന്റെയും ഒരു ഇല്ലുസ്ട്രേഷൻ ചെക്ക് ചെയ്യാം. കമ്പനി ഫോർഫീറ്റഡ് 200 shares of ₹10 each called ₹10. അതായത് ഒരു ഷെയറിന്റെ വാല്യൂ 10 രൂപയാണ്. 10 രൂപ വരെയും വിളിച്ചിട്ടുണ്ട്. അതില് അപ്പോൾ 200 ഷെയർസിന് എന്ത് ചെയ്യണം? കമ്പനി ഫോർഫീറ്റ് ചെയ്യണം. ആ 200 ഷെയർസിൽ നമുക്ക് ഒരു ഷെയറിന് 3 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ആ 200 ഷെയർസിന് നമുക്ക് കിട്ടിയത് എത്ര രൂപയാണ്? 600 rupees നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടാത്തത് ബാലൻസ് അൺപെയ്ഡ് പറയുന്നത് എത്രയാണ്? 1400 ആണ് നമുക്ക് കിട്ടാത്തത്. പിന്നീട് കമ്പനി എന്ത് ചെയ്തു? ആ ഷെയർസിനെ 9 രൂപയ്ക്ക് എന്ത് ചെയ്തു? റീഇഷ്യൂ ചെയ്തു. അതായത് 1 രൂപ ഡിസ്കൗണ്ടിൽ 9 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്തു. അപ്പൊ ഇതിന്റെ ജേർണൽ എൻട്രീസ് എങ്ങനെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ ജേർണൽ എൻട്രി വരിക? നമ്മൾ ആ ഷെയറിനെ ക്യാൻസൽ ചെയ്യാണ് അല്ലെ? ഷെയർ ക്യാപിറ്റലിന് എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എത്ര ഷെയർസ് ആണ് ക്യാൻസൽ ചെയ്യുന്നത്? 200 ഷെയർസ് ആണ് ക്യാൻസൽ ചെയ്യുന്നത്. ഒരു ഷെയറിന്റെ വാല്യൂ എത്രയാണ്? 10 rupees ആണ് വരുന്നത്. അതിൽ എത്ര രൂപ? ആ 200 ഷെയർസിൽ എത്ര രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്? 600 രൂപ കിട്ടിയിട്ടുണ്ട്. എത്ര രൂപ കിട്ടിയിട്ടില്ല? 1400 രൂപ കിട്ടിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് എൻട്രി വരിക? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2000 ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നമ്മൾ എത്ര എമൗണ്ട് കാണിക്കുക? നമുക്ക് എത്ര രൂപയാണോ കിട്ടിയത് ആ എമൗണ്ട് വേണം ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ കാണിക്കാനായിട്ട്. അപ്പൊ ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് 600 ടു കോൾസ് ഇൻ അരിയസ്, നമുക്ക് കിട്ടാത്ത എമൗണ്ട് എത്രയാണ്? 1400. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഇനി അതിനെ റീഇഷ്യൂ ചെയ്യണം. 200 ഷെയർസും 9 rupees വെച്ചിട്ട് റീഇഷ്യൂ ചെയ്യണം. അതായത് ഒരു ഷെയറിന് 1 രൂപ ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റീഇഷ്യൂ ചെയ്യണം. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെ വരും? നമുക്ക് 200 ഷെയർസിന് 9 രൂപ വെച്ച് കിട്ടുമ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടും? 200 into 9 equal to 1800. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 1800. ഡിസ്കൗണ്ട് നമ്മൾ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 1 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 200 ഷെയർസിന് 1 രൂപ വെച്ചിട്ട് പറയുമ്പോൾ 200 rupees നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ഏത് അക്കൗണ്ടിലേക്ക് ഇടണം? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് ഇടണം. അപ്പൊ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ആ ഡിസ്കൗണ്ട് കൊടുത്ത എമൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു 200 ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര രൂപ തന്നെയാണ് വരുന്നത്? ഒരു ഷെയറിന്റെ വാല്യൂ എത്രയാണ്? 10 rupees തന്നെയാണ്. അങ്ങനെ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്? 200 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ 200 എന്നുള്ളത് വന്നു. ഇനി നമ്മൾ ഈ ഇങ്ങനെ ഫോർഫീറ്റ് ചെയ്ത് ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടി? അതായത് ഓൾറെഡി അതിനൊരു 600 രൂപ നമുക്ക് കയ്യിലുണ്ട് അല്ലെ? ആ പഴയ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് 600 രൂപ ആ ഷെയർസിന്റെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം ഡിസ്കൗണ്ട് പറഞ്ഞിട്ട് നമ്മൾ 1 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ 200 രൂപ നമുക്ക് നഷ്ടം സംഭവിച്ചു. അപ്പൊ 600 രൂപ ലാഭം, അതിൽ 200 രൂപ റീഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് നഷ്ടമായി. അപ്പൊ ബാക്കി എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? 400 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്. അതായത് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലുള്ള ബാലൻസ് എമൗണ്ട് ആണ് നമ്മുടെ എന്ത്? ലാഭം പറയുന്നത്. 600 രൂപ നമ്മൾ ഓൾറെഡി ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഷെയർ ഹോൾഡർ നമുക്ക് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി പേ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത്? ഷെയർ ക്യാൻസൽ ചെയ്ത്. ആ എമൗണ്ട് നമ്മൾ ഇനി ഷെയർ ഹോൾഡറിന്, പഴയ ഷെയർ ഹോൾഡറിന് തിരിച്ചു കൊടുക്കില്ല. ഇനി പുതുതായിട്ട് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് എത്ര രൂപ തന്നു? 200 രൂപയാണ് നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുത്തത് അല്ലെ? അത് നമ്മുടെ നഷ്ടമാണ്. അപ്പൊ ആ 600-ൽ നിന്നും ഇപ്പൊ ഉണ്ടായ നഷ്ടം 200 ലെസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര രൂപയുണ്ട്? 400 ഉണ്ട്. ആ 400 നമ്മുടെ പ്രോഫിറ്റ് ആണ് അല്ലെ? ഷെയർ റീഇഷ്യൂ ചെയ്തതിൽ നമുക്ക് ഉണ്ടായ പ്രോഫിറ്റ് ആണ്. ഇതിനെ നമ്മൾ ഏതിലേക്ക് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അപ്പൊ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ റിസർവ് 400 rupees.